ഹലോ എവരി വൺ. ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഓവറാക്കിയാലോ എന്ന് എനിക്ക് തന്നെ തോന്നി. ഓവറാക്കാനല്ല കേട്ടോ, പെട്ടെന്ന് കിട്ടിയ മാലയും കമ്മലും ഒക്കെ ഇട്ടിറങ്ങിയപ്പോൾ എന്തോ ഒരു മാച്ചിങ് കുറവ് പോലെ. ഫാൻസി കമ്മലും ഗോൾഡൻ മാലയും ഇട്ടപ്പോൾ എന്തോ ഒരു അപാകത തോന്നിയപ്പോൾ ഒരു മാല ഞാൻ എൻ്റെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാല ഇട്ടപ്പോൾ കമ്മൽ ഓവറായ പോലെ മണികെട്ടി തൂക്കിയതെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, കൂടെയുള്ള ആളോട് സജഷൻ ചോദിച്ചപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ഇട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. മാലയുടെ ഒറിജിനൽ ലുക്ക് അല്ല കേട്ടോ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് ഷെയ്ഡ് സ്റ്റോൺ ആൻഡ് ബീഡ്സ് വർക്കാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ തന്നെ വരണമെങ്കിൽ ശരിക്കും നല്ല ക്യാമറയൊക്കെ വേണം. ഇത് ഞാൻ സാധാരണ ഫോണിലാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ ഞാനതങ്ങ് മാറ്റി പഴയ സ്റ്റൈൽ തന്നെ ചൂസ് ചെയ്തു കേട്ടോ. ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൊടുത്തിരുന്നു. മൂക്കുത്തിയുടെ ഭംഗി പിന്നെയും ആസ്വദിച്ചു. അടുത്തിരിക്കുന്നയാൾ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. ഒരു ഓഡിയോ നോവൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളി. പിന്നെ പപ്പയും അമ്മയും പിക്ക് ചെയ്തു കേട്ടോ. അമ്മ ഒരുങ്ങിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നീലൂട്ട നല്ല ഉറക്കത്തിലാണ്. കൊച്ചിന് ചെറുപ്പക്കാരനായ വല്യപ്പനും വല്യമ്മയും ഉള്ളതുകൊണ്ട് എനിക്ക് കൊച്ചിനെ എടുക്കുക ഒരു മഞ്ഞമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയപ്പോൾ വിട്ടില്ല. വിശാലമായി വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാം. കാലം അങ്ങോട്ട് വെച്ച് കൈ ഇങ്ങോട്ട് വെച്ചൊന്ന് കറങ്ങി. സെറ്റ്. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ചാച്ചൻ്റെ അനിയൻ്റെ 50ാം വിഭാഗവാർഷികമാണ് കേട്ടോ. അപ്പച്ചൻ പാപ്പൻ കുഞ്ഞമ്മ എന്നാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്. കുറേ നാളായി ഫാമിലിയിൽ ഫംഗ്ഷനൊക്കെ നടന്നിട്ട്. അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടായും മാരേജ് റിങ്ങൊക്കെ ഇട്ട് ഒരുമിച്ച് കൈ കോർത്തങ്ങ് നടന്നു. 50 വർഷം ഒരുമിച്ച് ജീവിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ ഒരാർദ്രതയും കുളിരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവരെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പം വലിയ ജാടയൊന്നും കാണിച്ചില്ല. ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കയറിയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. പിള്ളേരുള്ളത് കൊണ്ട് അവൻ പിള്ളേരുടെ കൂടെ പോയി. ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ അവരിരുന്നപ്പോൾ ഞങ്ങൾ അവനെ നോക്കി. കുറേ ചേച്ചിമാരെയും ചേട്ടായിമാരെയും ഒക്കെ കിട്ടിയതുകൊണ്ട് അവൻ അവരുടെ പുറകെ ആയിരുന്നു. അമ്മ ചിക്കൻ കാല് കടിച്ചു പറിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മിസ് ചെയ്തില്ല കേട്ടോ. ബിരിയാണി കഴിച്ച് കുറച്ച് കേക്ക് പോയി എടുത്തു. എൻ്റെയും ചേട്ടായിയുടെയും ഓഹരി ഞാൻ പോയി എടുത്തു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഇച്ചിരി മധുരം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടായിയുടെയും എൻ്റെ ഓഹരി കഴിക്കാമല്ലോ എന്ന് വെച്ചിരുന്നപ്പോഴാണ് പെൺപടകളെല്ലാം കൂടെ വന്നത്. പിന്നെ ചേച്ചിമാരുടെയും അനിയത്തിമാരുടെയും സ്നേഹം കുറച്ചങ്ങ് ഓവറാക്കിയേക്കാം. എല്ലാവരുടെയും വായിൽ വെച്ചു കൊടുത്തു. ഇവളുമാരുടെ ഒരു വീഡിയോ എനിക്ക് മിസ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടി വണ്ടിയുടെ അടുത്തോട്ട് ഇവളുമാർ മഴയെ തോടി വന്ന് മാറി മാറി ഉമ്മ കൊടുക്കുന്നൊരു സീന്. അത് ശരിക്കും വീഡിയോ എടുക്കാൻ എനിക്ക് മിസ് ചെയ്തു. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ചേട്ടായിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പോകുന്ന വഴിക്കാണ് ആൻറ്റീനെ കണ്ടത്. എന്നാൽ അതെങ്കിലും ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ആൻറ്റി അവന് ഉമ്മ കൊടുത്ത്, അവൻ ആൻറ്റിക്കും ഉമ്മ കൊടുത്ത്. എന്നാടാ എന്നെ കൂട്ടാതെ നീ പോവുകയാണോ, എന്നെ കാണാതെ നീ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു.